السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 135-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. الذين ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടർ, യുൻഫിഖൂന അവർ ചിലവഴിക്കുന്നവരാണ്, ഫി സറായി ഐശ്വര്യകാലത്തും ക്ഷേമകാലത്തും, വല്ലറായി ബുദ്ധിമുട്ടുള്ള കാലത്തും. ക്ഷേമകാലത്തും ബുദ്ധിമുട്ടുള്ള കാലത്തും ചിലവഴിക്കുന്നവരായ, അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുന്നവരായ ഒരു വിഭാഗം ആളുകൾ. വൽ കാദിമീന വിഴുങ്ങുന്നവരാണ്, നിയന്ത്രിക്കുന്നവരാണ്, അൽ ഗൈള കോപത്തെ, കോപം നിയന്ത്രിക്കുന്നവരാണ്, അല്ലെങ്കിൽ കോപത്തെ വിഴുങ്ങുന്നവരാണവർ. വൽ ആഫീന അനിന്നാസി, വൽ ആഫീന അവർ മാപ്പ് ചെയ്യുന്നവരാണ്, അനിന്നാസ് ജനങ്ങളോട്. അവർ എന്ത് രീതിയിലുള്ള അക്രമം ചെയ്താലും അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന സജ്ജനങ്ങളാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളായ ആളുകളെ, നല്ലത് പ്രവർത്തിക്കുന്നവരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് വാക്കർത്ഥം. നമ്മൾ തൊട്ട് മുമ്പുള്ള വചനത്തിൽ പഠിച്ചത്, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗീയ ആരാമം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ആരാണ് ആ മുത്തഖീങ്ങളായ ആളുകൾ? അവരുടെ ഗുണവിശേഷങ്ങളാണ് ഈ വചനത്തിൽ പറയുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, ദോസ് ഹു സ്പെൻഡ് ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് ഇൻ അഡ്വേഴ്സിറ്റി. ഐശ്വര്യകാലത്തും ബുദ്ധിമുട്ടുള്ള കാലത്തും അവർ അല്ലാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുന്നവർ ആയ മുത്തഖീങ്ങളാണ് ആകാശഭൂമിയോളം വിശാലമായ അള്ളാഹുവിൻ്റെ
പ്രതിഫലത്തിൻ്റെ സത്തയായ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. ആൻഡ് ദോസ് ഹു കർബ് ദെയർ ആങ്കർ, അതുപോലെ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാൻ സാധ്യതയുള്ളതാണ് കോപം. അങ്ങനെ കോപം അവരിലേക്ക് വരുമ്പോൾ അവർ അതിനെ നിയന്ത്രിക്കുന്നവരാണ്. വിഴുങ്ങിക്കളയുക എന്നാണ് എൻ്റെ ഖുർആൻ പറഞ്ഞത്. വൽ കാളിമീനൽ ഗൈള, കോപം, വെറുപ്പ്, വിദ്വേഷം തങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ അവർ ആൻഡ് ദോസ് ഹു കർബ് ദെയർ ആങ്കർ വആഫീന അനിന്നാസ്, അതുപോലെ ആൻഡ് ഫർഗീവ് പീപ്പിൾ, ജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെങ്കിലും ശരി അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ശീലം. പ്രതികാര നടപടികൾ ഇല്ല, മാപ്പ് ചെയ്യുന്ന സ്വഭാവ വൈശിഷ്ട്യമുള്ള. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്നും വെറും നിസ്സാരമായ കാര്യമല്ലേ. ഒന്നും കോപം വരുമ്പോൾ നമ്മൾ അതിനെ നിയന്ത്രിക്കുവാനും വിഴുങ്ങിക്കളയുവാനും കഴിയുന്നവർ അത് സാധാരണ ആളുകൾക്ക് സാധ്യമല്ല. ആൻഡ് ഫർഗീവ് പീപ്പിൾ, അതുകൊണ്ട് ജനങ്ങൾ ചെയ്ത അന്യായങ്ങളും അക്രമങ്ങളും നോക്കുകയാണെങ്കിൽ അവരോട് പ്രതികാര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യർക്ക്, സാധാരണ ആളുകൾക്ക് തോന്നും. പക്ഷേ ഈ സ്വർഗവാസികളായ ആളുകൾ, അള്ളാഹുവിൽ അഭയം തേടിയ ഈ ആളുകൾ ഫർഗീവ് പീപ്പിൾ, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. ആൻഡ് അല്ലാഹ് ലവ്സ് ദോസ് ഹു ഡു ഗുഡ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു തആല ഈ സൽക്കർമ്മകാരികളായ ആളുകളെ സ്നേഹിക്കുന്നു. ഏറ്റവും വലിയ സമ്മാനം അള്ളാഹുവിൻ്റേത് സത്യവിശ്വാസിക്കുള്ളത് അവൻ്റെ സ്നേഹം ആർജിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യമുള്ള സമയത്തും നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്തും നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുക. നിങ്ങൾക്ക് കോപം വരുമ്പോൾ ആ കോപത്തെ നിങ്ങൾ വിഴുങ്ങിക്കളയുക. ജനങ്ങളോട് നിങ്ങൾ അനുകമ്പയോടുകൂടി അവർക്ക് സൗഖ്യം ലഭിക്കുന്ന നിലയിൽ പെരുമാറുക. ഇത്തരം സൽക്കർമ്മകാരികളെ അള്ളാഹു സ്നേഹിക്കുന്നു. ഇത് തൊട്ട് മുമ്പുള്ള ചില വചനങ്ങളുമായിട്ട് ബന്ധിതമാണ്. ഇൻ കോൺട്രാസ്റ്റ് ടു ബോറോയിങ് ആൻഡ് റീപേയിങ്, ഇവിടെ കൊടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ. ഇൻ കോൺട്രാസ്റ്റ് തുലനപ്പെടുത്തുക. ടു ബോറോയിങ് ആൻഡ് റീപേയിങ്, കടം വാങ്ങുകയും പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ചാണ് മുൻപ് വചനങ്ങളിൽ വന്നത്. റീപേയിങ് വിത്ത് ഇൻട്രസ്റ്റ്, പലിശയോടുകൂടി. അപ്പം പണം കടം വാങ്ങുക, അത് പണം തിരിച്ചു കൊടുക്കുക ഇൻട്രസ്റ്റോടുകൂടി. ഇത് ഒന്ന് തുലനം ചെയ്ത് നോക്കുക. ദ ബിലീവേഴ്സ് ആർ എൻകറേജ്ഡ്, ഇത്തരം നടപടി സമൂഹത്തിൽ നടക്കുന്നു. പണം കൊടുക്കുകയും, അതായത് ലോൺ എടുക്കുകയും അത് തിരിച്ചു അടയ്ക്കുകയും ഇൻട്രസ്റ്റോടുകൂടി അത് കൊടുക്കുകയും ചെയ്യുന്ന നടപടികൾ. ഇൻ കോൺട്രാസ്റ്റ് ബോറോയിങ് ആൻഡ് റീപേയിങ് വിത്ത് ഇൻട്രസ്റ്റ്, കടം വാങ്ങുകയും പണം തിരികെ കൊടുക്കുകയും ചെയ്യുമ്പോൾ. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ കയറുന്നവർ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. The believers are encouraged to spend in the path of Allah generously. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉദാരമായ നിലയിൽ നിങ്ങൾ ചിലവഴിക്കുക. വിത്തൗട്ട് ടേക്കിംഗ് ഇൻട്രസ്റ്റ്, അത് ഇൻട്രസ്റ്റ് എടുക്കാതെ, പലിശ വാങ്ങാതെ ആയിരിക്കണം. ഫ്രം എനിവൺ, ഒരാളിൽ നിന്നും നിങ്ങൾ അമിത പലിശ വാങ്ങാതെ ആയിരിക്കണം ആ നടപടി ചെയ്യേണ്ടത്. ടു ലോൺ ഓൺലി ദ ഇനിഷ്യൽ ക്യാപിറ്റൽ വിത്തൗട്ട് വെയിറ്റിംഗ് ടു ഹാവ് എനിത്തിങ് അഡീഷണൽ ഇൻ റിട്ടേൺ. അപ്പം കടം കൊടുക്കേണ്ടത് നിങ്ങൾ ഇൻട്രസ്റ്റ് സ്വീകരിക്കാത്ത നിലയിൽ, പ്രത്യേകിച്ച് ഇതിനോടൊപ്പം ചേർത്ത് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമാകാത്ത നിലയിൽ നിങ്ങൾ കൊടുത്ത് സഹായിക്കുക.
പലിശ വ്യവസായത്തെ പരിപൂർണമായിട്ടും നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിക്രമമാണ് ഇതിലൂടെ സമർപ്പിക്കുന്നത്. ദോസ് ഹൂ ലെറ്റ് ഗോ ഓഫ് ദെയർ ഹാബിറ്റ് ഓഫ് ലോണിങ് വിത്ത് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് പലിശ വാങ്ങിക്കൊണ്ട് കടം കൊടുക്കുന്ന ആ സ്വഭാവം വിട്ടുകളയുക. ആൻഡ് സ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക. അപ്പോൾ പണം കടം കൊടുത്ത് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന ആ സ്വഭാവം നമ്മിൽ നിന്നും മാറ്റിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് ഇൻട്രസ്റ്റ് രഹിതമായ നിലയിൽ അവർക്ക് കടം കൊടുത്ത് സഹായിക്കുക. ബി ഇറ്റ് ഇൻ ഗുഡ് ടൈംസ് ഓർ ബാഡ് ടൈംസ്. അത് നല്ല സമയത്താണെങ്കിലും മോശ സമയത്തായാലും ഏത് സമയത്തായാലും ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്ത് ഇറ്റ് ഈസ് ദേ ഹു ഷാൽ പ്രോഫിറ്റ് ഫ്രം ദ ലവ് ഓഫ് അല്ലാഹ്. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് ഒരു പ്രയോജനം ആർജിക്കുന്ന, ഒരു ലാഭം കിട്ടുന്നത്. അത് അള്ളാഹുവിൻ്റെ സ്നേഹമാണ്. ഇറ്റ് ഈസ് ദേ, ഇവരാണ്, ഇക്കൂട്ടരാണ് ഹു ഷാൽ പ്രോഫിറ്റ്, അവർക്ക് ലാഭം കിട്ടുന്നത്. ഫ്രം ദ ലവ് ഓഫ് അല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. മോർ ഓവർ ദ വോൺസ് ടു ആൾസോ പ്രോഫിറ്റ് ഫ്രം ദ ലവ് ഓഫ് അല്ലാഹ്. അത് മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്നും പ്രയോജനമാർജിക്കുന്ന ചില ആളുകളുണ്ട്. ആസ് മെൻഷൻഡ് ഇൻ ദിസ് വേഴ്സ്, ഈ വചനത്തിൽ പറഞ്ഞതുപോലെ, ആർ ദോസ് ഹൂ വെൻ ആൻഗർഡ്, അത്തരത്തിലുള്ള ആളുകൾ ഈ ചെലവഴിക്കുന്നതിലൂടെയും തിരിച്ചു വാങ്ങുന്നതിലൂടെയും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ മറ്റു ചില ഗുണങ്ങൾ കൂടി ഈ വചനത്തിൽ പറയുന്നു. ആർ ദോസ് ഹൂ വെൻ ആൻഗർഡ്, അവർ കോപിഷ്ഠരായാൽ ഫർഗീവ്, അവർ മാപ്പ് ചെയ്യുന്നു. ആ കോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊന്നും പ്രവർത്തിക്കത്തില്ല. അവർ ഏതൊരു സാഹചര്യത്തിലാണോ അവർ കോപിഷ്ഠരായത്, അവർക്ക് ആ കോപത്തെ ശമിപ്പിച്ച് അവരോട് നന്മയായ അപ്പം കോപം ഉണ്ടാകണമെങ്കിൽ മോശമായ എന്തെങ്കിലും ഒരു ആക്ഷൻ അപ്പുറത്തു നിന്നും ഉണ്ടാകണം. അതിനെ അവർ വിഴുങ്ങിക്കൊണ്ട്, അവർ സഹിച്ചുകൊണ്ട്, അതിനെ അവർ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവർ ചെയ്ത അന്യായത്തിന് എതിരായി ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യാതെ അവർ നിശബ്ദരാകുന്നു. ആൻഡ് ഗെറ്റ് ഫർഗീവ്, അങ്ങനെ അവർ കോപിഷ്ഠരാകുമ്പോൾ ആ കോപം വരുത്തുന്നതിന് പര്യാപ്തമായ പ്രവർത്തികൾ ചെയ്തവർക്ക് മാപ്പ് ചെയ്യുകയും ലെറ്റിംഗ് ഗോ കം വാട്ട് മേ ഓഫ് ദ സ്റ്റിഗ്മ ഓഫ് സാത്താൻ. പൈശാചിക ശക്തി, സാത്താൻ, പിശാച്, ക്ഷതചിഹ്നങ്ങൾ, അവരിൽ ഉണ്ടാക്കിയ ഈ ക്ഷതചിഹ്നങ്ങൾ എന്തു തന്നെ ആയാലും അവയെ വിട്ടുകളയുന്നു. പ്രതികാര നടപടിയില്ല. അപ്പോൾ അത് ക്ഷതചിഹ്നങ്ങൾ മറുവശത്ത് നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അതിന് അതേ രീതിയിലുള്ള തിരിച്ചു മറുപടി അല്ല. നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് പിശാചിൻ്റെ ഈ സാത്താനിക പ്രേരണയെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ക്ഷമ അവലംബിക്കുക. അങ്ങനെയുള്ള വൽ കാളിമീനൽ ഗൈള എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരാണ്. ദാറ്റ് ഈസ് വൈ പ്രോഫറ്റ് മുഹമ്മദ് അഡ്വൈസ്, പീസ് ബി അപ്പോൺ ഹിം, അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് ഹിസ് ഉമ്മ, അദ്ദേഹത്തിൻ്റെ സമുദായത്തെ, മാനവകുലത്തെ അദ്ദേഹം ഉപദേശിച്ചിരിക്കുന്നു. ടു ഡ്രിങ്ക് വാട്ടർ, നിങ്ങൾ ജലപാനം ചെയ്യുക. വെൻ ആൻഗർഡ്, നിങ്ങൾ കോപിഷ്ഠരാകുമ്പോൾ, നിങ്ങൾക്ക് കോപം വരുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക, ആ കോപം ശമിക്കുക. ഫോർ സാത്താൻ ഈസ് ഫ്രം ദ ഫയർ, ആ സാത്താൻ, പിശാച്, അവൻ അഗ്നിയിൽ നിന്നുള്ളവനാണ്. ആ അഗ്നിയാണ് ദ്യോതിപ്പിച്ച് നമ്മെ കോപിഷ്ഠനാക്കുന്നത്. അതിനെ തണുപ്പിക്കുവാനും ജലത്തിന് കഴിയുന്നതാണ്. ആൻഡ് വാട്ടർ എക്സ്റ്റിങ്ക്വിഷസ് ഫയർ, അഗ്നിയെ ശമിപ്പിക്കുന്നതാണ് ജലം. അതുകൊണ്ട് നിങ്ങൾ ജലപാനം നടത്തുക. അങ്ങനെ പ്രതിരോധ നടപടികൾ ഓരോന്നോരോന്നായി സ്വീകരിക്കുവാൻ പറഞ്ഞുകൊണ്ട് മുത്തഖീങ്ങളുടെ ആ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്നതിന് പര്യാപ്തമായ അവസ്ഥാവിശേഷങ്ങൾ
വരുന്ന ഈ വചനത്തിൽ നമുക്ക് ദൃശ്യമായി കാണാം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, രഹസ്യമായും പരസ്യമായും ബുദ്ധിമുട്ടുള്ളപ്പോഴും പ്രയാസം രഹിതമായ സന്ദർഭങ്ങളിലും അവർ അല്ലാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് കടം കൊടുക്കുന്നവരാണ്, അവർ അത് ചിലവഴിക്കുന്നവരാണ്. വൽ കാളിമീനൽ ഗൈള, ഈ ജീവിതയാത്രയിൽ തീർച്ചയായിട്ടും പൈശാചിക ശക്തിയുടെ കടന്നാക്രമണം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കോപിഷ്ഠരാകും. അപ്പോൾ ആ കോപത്തെ നിങ്ങൾ കീഴടക്കേണ്ടതാണ്. വൽ കാളിമീനൽ ഗൈള, ആ സ്വർഗവാസികൾ, ആകാശഭൂമിയോളം വിസ്തൃതമായ സ്വർഗത്തിന് ഉടമകളായി തീരാൻ പോകുന്ന ആ സ്വർഗവാസികൾ, അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഈ കോപതാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ അവർ സ്വീകരിക്കുന്നവരാണ്. വലാഫീനാനാസ്, അവർ ജനങ്ങൾ അവരോട് ഏത് രീതിയിലുള്ള പ്രയാസപ്പെടുത്തലുകളുടെ മുമ്പിലും അവർക്ക് തിരിച്ച് സൗഖ്യം പകരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വൽ ആഫീനാനാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇത്തരം മുഹ്സിനീങ്ങളായ ആളുകൾ, ഈ പറഞ്ഞതൊക്കെ വെറും നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായ ആളുകളെ അള്ളാഹു സ്നേഹിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അള്ളാഹു തആല അവൻ്റെ പ്രത്യേകമായ സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗ്ഗമായ ഈ ആരാമത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ഉത്തമവും ഉദാത്തവുമായ പ്രവർത്തനങ്ങളിൽ മുഴുകുവാനുള്ള സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.